കൊച്ചിനെ കൂടി പുറത്തിറക്കാതെ ഞങ്ങൾ 27 മണിക്കൂർ ഇതിനകത്ത് തന്നെ ഇരിക്കുന്നത്. അടച്ചുകൂടി ഇതിനകത്ത് തന്നെ ഈ ഒരു കൊച്ചു മുറിക്കാതെ തന്നെ ഇരുത്തേം എല്ലാതും അത് മൊത്തം ഞാൻ മൂടും. ഇതെല്ലാം ഞാൻ തുണികൾ വെച്ച് അടച്ചിട്ട് ഇതിനകത്തിരുന്ന തുണി മാറുന്ന എൻ്റെ അവസ്ഥ ഇപ്പം അതേപോലെ. എനിക്ക് 24 വയസ്സായി. ജസ്റ്റ് മിസ്സിൽ ഒരു 15 മീറ്ററിനനുസരിച്ചൊന്ന് മാറിപ്പോയി വീണതേ ഉള്ളൂ. ഇല്ലെങ്കിൽ അന്ന് ഞങ്ങൾ 3 പേര് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. ഞങ്ങൾ അന്ന് 3 പേരും ചാവണ്ടായിരുന്നു. ശികുട്ടി നിന്റെ തലയിരുന്ന് തുണി ഉരുണ്ട് പോയാലോടി. നീ അങ്ങോട്ടും ഇങ്ങോട്ട് മാറി മാറി പോവാണോ? ഇങ്ങോട്ട് കയറി കിടക്കും മോള്. ഇതിലോട്ട് തല വെച്ചോ, ഇങ്ങനെ തല വെച്ചോ. കിടന്നോ. തലയാണൊന്നും ഇല്ല. വെച്ചാ ഇവിടെ രാത്രി പിന്നെ ഭയങ്കര കൊതുകിന്റെ ശല്യവാ. രാവിലെ മാത്രം എപ്പോഴും കൊതുകിന്റെ ശല്യം. ഇവിടെ തോട്ടം അടുത്തായോണ്ടേ എപ്പോഴും കൊതുകിന്റെ ശല്യം. കൊച്ചിനെ എപ്പോഴും കൊതുക് കടിക്കാനേ ഉള്ളൂ. ഒരു തിരിയും കത്തിച്ചാൽ ഞങ്ങളിവിടെ ഇരിക്കുന്നത് തന്നെ എപ്പോഴും ശല്യവാ. ബന്ധുക്കളൊക്കെ ഒന്നുമില്ല. അദ്ദേഹത്തിന് അച്ഛനും അമ്മയൊന്നുമില്ല. അച്ഛൻ മരിച്ചുപോയി, അമ്മ കാണാതായിപ്പോയി. എനിക്കതേ അവസ്ഥ തന്നെ. അച്ഛൻ മരിച്ചുപോയി, അമ്മയും കാണാതായിപ്പോയി. പിന്നെ രണ്ടാനമ്മ അടുത്ത് നിന്നാണ് വളർന്നത്. പിന്നെ 19 വയസ്സിൽ അദ്ദേഹം എൻ്റെ കഷ്ടപ്പാട് കാരണം വിളിച്ചുകൊണ്ട് വന്ന്. ഹലോ, വെൽക്കം ടു താടിയും പൊട്ടും ടോക്സ്. ഗൈസ്, നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ഇന്നത്തെ ടോക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വിഷമിക്കുന്നവരാണ്, ഞാനടക്കം നിങ്ങളിൽ പലവരും. നമുക്ക് അയ്യോ അതില്ലല്ലോ ഇതില്ലല്ലോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മാത്രം എന്താ ഇങ്ങനെ, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കൊക്കെ ശരിക്കും അങ്ങനെ മനസ്സിലോർത്ത് വിഷമിക്കുന്നവരൊക്കെ ഈ ഒരു ഇതുപോലെയുള്ള വീഡിയോകൾ, ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോക്കിലുള്ള പോലത്തെ വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മളൊക്കെ എത്ര ഭാഗ്യം ചെയ്തവരാണ്, എത്ര എന്താ പറയുക, എത്ര നല്ല രീതിയിൽ ജീവിക്കുന്നവരാണ് എന്നൊക്കെ നമ്മൾക്ക് തോന്നിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ചെറിയ ചെറിയ ഒന്നുമല്ല എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു ടോക്കാണ് ഇന്നത്തെ. ഒരു അമ്മയും മകളും, അവര് ഒരു ഭർത്താവും ഒരു ഭാര്യ മകളും. പക്ഷെ അവർക്ക് ഉണ്ടായിരുന്ന ഒരു വീട് എന്ന് പറയുമ്പോൾ 4 കാല് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ 4 ടാർപ്പായി കിട്ടിയിട്ടുള്ള ഒരു വീടായിരുന്നു. പക്ഷെ അതൊരു ചെറിയൊരു സുരക്ഷിതത്വം അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു വീട് മഴയത്ത് ഇടിഞ്ഞു പൊളിഞ്ഞ ആ ഷീറ്റും എല്ലാം പോയി, എല്ലാതും പോയി അവർക്ക്. പക്ഷെ അവരിപ്പോൾ കിടക്കുന്നത് കാണുമ്പോൾ നമുക്ക് സങ്കടം വരും. വെറുതെ ഒരു 4 ആസ്പെറ്റോസ് വെച്ച് മറിച്ച് അതിൻ്റെ ഉള്ളിൽ തന്നെ സ്റ്റൗ വെച്ച് കുക്കിംഗ്, അതിൻ്റെ ഈ സൈഡിൽ തന്നെ ഒരു കുഞ്ഞ് കിടക്കുന്നു. അവർക്ക് വസ്ത്രം മാറാനോ അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകാനോ ഒക്കെ ആയിട്ട് ഒരു മലമുകളിൽ പോകണം. അപ്പോൾ ഇവർ രണ്ടാളും പെണ്ണുങ്ങളായതുകൊണ്ട് തന്നെ ഭർത്താവ് രാവിലെ കൂലിപ്പണിക്ക് പോയി തിരിച്ചു വരുന്ന വരെ കാത്തിരിക്കണം. കാരണം ഇവർക്ക് ഒറ്റയ്ക്ക് മുകളിൽ പോവാനോ വസ്ത്രം മാറാനോ അല്ലെങ്കിൽ ഇതിനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ഭർത്താവും കൂടി വന്നാലാണ് ആ മലമുകളിൽ പോയി എന്താ പറയുക, അവർക്ക് ടോയ്ലറ്റ് കാര്യങ്ങൾ ചെയ്യാനോ ഒക്കെ സാധിക്കുള്ളൂ. അതുപോലെ ഈ ഒരു ഷീറ്റും കാര്യങ്ങളും കാണുമ്പോൾ തന്നെ നമുക്ക് വിഷമം. ആ കുഞ്ഞൊക്കെ എടുക്കുന്നത്, ആ റൂമിൽ അവിടെ തന്നെ ഭക്ഷണം, അതായത് ശരിക്കും പറഞ്ഞത് നമ്മൾ കളിവീട് ഉണ്ടാക്കില്ലേ, അതുപോലെ ഒരു കളിവീടെന്ന് തന്നെ പറയാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. തുണി ഉരുണ്ട് പോയാലോടി. നീ അങ്ങോട്ടും ഇങ്ങോട്ട് മാറി മാറി പോവാണോ? ഇങ്ങോട്ട് കയറി കിടക്കും മോള്. ഇതിലോട്ട് തല വെച്ചോ, ഇങ്ങനെ തല വെച്ചോ. കിടന്നോ. തലയാണൊന്നും ഇല്ല. വെച്ചാ ഇവിടെ രാത്രി പിന്നെ ഭയങ്കര കൊതുകിന്റെ ശല്യവാ. രാവിലെ മാത്രം എപ്പോഴും കൊതുകിന്റെ ശല്യം. ഇവിടെ തോട്ടം അടുത്തായോണ്ടേ എപ്പോഴും കൊതുകിന്റെ ശല്യം. കൊച്ചിനെ എപ്പോഴും കൊതുക് കടിക്കാനേ ഉള്ളൂ. ഒരു തിരിയും കത്തിച്ചാൽ ഞങ്ങളിവിടെ ഇരിക്കുന്നത് തന്നെ എപ്പോഴും ശല്യവാ. ബന്ധുക്കളൊക്കെ ഒന്നുമില്ല. അദ്ദേഹത്തിന് അച്ഛനും അമ്മയൊന്നുമില്ല. അച്ഛൻ മരിച്ചുപോയി, അമ്മ കാണാതായിപ്പോയി. എനിക്കതേ അവസ്ഥ തന്നെ. അച്ഛൻ മരിച്ചുപോയി, അമ്മയും കാണാതായിപ്പോയി. പിന്നെ രണ്ടാനമ്മ അടുത്ത് നിന്നാണ് വളർന്നത്. പിന്നെ 19 വയസ്സിൽ അദ്ദേഹം എൻ്റെ കഷ്ടപ്പാട് കാരണം വിളിച്ചുകൊണ്ട് വന്ന് അങ്ങനെ ജീവിക്കുക. ചേട്ടൻ പണി കഴിഞ്ഞിട്ട് വരുമ്പോൾ ഞങ്ങൾ കത് കടയ്ക്കും. ചേട്ടനെ പുറത്ത് കയറിയിട്ട് കത് കടച്ചിട്ട് ഞങ്ങൾ ഇത് മൊത്തം ഞാൻ മൂടും. ഇതെല്ലാം ഞാൻ തുണികൾ വെച്ച് അടച്ചിട്ട് ഇതിനകത്തിരുന്ന തുണി മാറുന്ന എൻ്റെ അവസ്ഥ ഇപ്പം അതേപോലെ. എനിക്ക് 24 വയസ്സായി. എന്നിട്ട് ഇതേ പറയുന്നത് എൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. ഇതേ കുഞ്ഞിനായാലും എനിക്കായാലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെളിയിലോട്ട് ഇറങ്ങാനായാലും ഇപ്പോൾ സാധാരണ എല്ലാ പിള്ളേരെങ്ങനെ നല്ലപോലെ കളിച്ചും ചിരിച്ച് നടക്കണേ. കൊച്ചുകൂടിയും കളിക്കാൻ കൂടിയും പുറത്തിറങ്ങണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇറക്കത്തില്ല. കാരണം വണ്ടിയൊക്കെ പോകുന്ന വഴിയും ഇവിടെ മൊത്തം ശല്യങ്ങളായതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. കൊച്ചിനെ കൂടിയും പുറത്തിറക്കാതെ ഞങ്ങൾ 27 മണിക്കൂർ ഇതിനകത്ത് തന്നെ ഇരിക്കുന്നത്. അടച്ചുകൂടി നമ്മുടെയൊക്കെ മക്കള് ശരിക്കും പറഞ്ഞാൽ ഒരു റൂമിൽ നിന്ന് അടുത്ത റൂമിലേക്ക് ഓടിപ്പോയി കളിക്കുന്നു, പിന്നത്തെ റൂമിൽ കളിക്കുന്നു, മുറ്റത്ത് ചാടി ഓടി കളിക്കുന്നു.
അവർക്ക് അവരുടെ കളിപ്പാട്ടങ്ങൾ വലിച്ചെറിഞ്ഞ് കളിക്കാൻ, ഓടിച്ചാടി കളിക്കാൻ, അവരുടെ ഫ്രീഡത്തിനനുസരിച്ച്. ഈ കുഞ്ഞുമോള് ഓടിച്ചാടി കളിക്കേണ്ട ഒരു പ്രായമാണ്. പക്ഷെ അവളെ ഈ ഒരു ചെറിയൊരു ഷെഡിൽ നിന്ന് പുറത്തിറക്കാൻ അവരുടെ അമ്മയ്ക്ക് ധൈര്യമില്ല. കുഞ്ഞ് ചോദിക്കും ഞാൻ കളിക്കാൻ പുറത്തേക്ക് നിൽക്കട്ടെ, ഒന്നും പുറത്തിറങ്ങില്ല. പക്ഷെ ചീറിപ്പായുന്ന വണ്ടികളാണ്. അപ്പോൾ അമ്മയ്ക്ക് അതിൻ്റെ പുറത്തേക്കൊന്നും നിർത്താൻ പോലും പറ്റുന്നില്ല. ഇവർക്ക് വസ്ത്രം മാറണമെങ്കിൽ ഈ റോഡാണ്. അപ്പം ഇവർക്കൊരു വസ്ത്രം മാറണമെങ്കിൽ മുകളിലെല്ലാം തുണിയിട്ട് മറിച്ച് ഭർത്താവ് വെളിയിൽ ഇറങ്ങി ഒരു കാവൽ നിന്നതിന് ശേഷം വേണം ഇവർക്ക് വസ്ത്രമാണ്. ഈ മോള് കെടുക്കുന്നത് കണ്ടില്ല. അവരുടെ ഗതികേട് കൊണ്ടാണ് ഇതുപോലെയൊക്കെ ഓരോ സ്ത്രീകൾ വന്ന് പറയുക. അല്ലെങ്കിൽ ആരും നമുക്കുണ്ടാവുന്ന വിഷമങ്ങളും ദുഃഖങ്ങളൊന്നും പുറത്ത് പറയില്ല, എല്ലാവരും മറച്ചു വയ്ക്കുള്ളൂ. അത്രയും ഗതികേടുകൊണ്ടാണ്. വളരെ അപകടം നിറഞ്ഞ ഒരു റോഡ് സൈഡിലാണ് നിൽക്കുന്നത്. ആക്സിഡൻസോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവരുടെ ജീവന് പോലും ആപത്താണ് അല്ലേ. അവർ പറയുന്നുണ്ട് അവർക്ക് ഭർത്താവിനും ഫാമിലി ഇല്ല, എനിക്ക് ഫാമിലി ഇല്ല, ആരും ഇല്ല. എൻ്റെ അവസ്ഥ കണ്ടിട്ട് ഭർത്താവ് വിളിച്ചുകൊണ്ട് വന്നതാണ്, അതും ഈ 19 വയസ്സിലൊക്കെ. അപ്പോൾ ഇപ്പോൾ 24 വയസ്സായി. പക്ഷെ ഇപ്പോഴും ഇങ്ങനൊരവസ്ഥ കാരണമാണ് ഇതൊരു മീഡിയയുടെ മുമ്പിൽ പറയാൻ പോലും അവർ തയ്യാറാവുന്നു. തന്നെ ഈ ഒരു കൊച്ചു മുറിക്കാതെ തന്നെ ഇരുത്തേം എല്ലാതും. അതുകൊണ്ട് കൊച്ചിന് നേരെ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കരയൊക്കെ ചെയ്യാം, അമ്മ വെളിയിൽ ഇറങ്ങിക്കോട്ടെ എന്ന്. ഞങ്ങൾക്ക് അതിനും കൂടിയും വിടാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞങ്ങളുടെ അവസ്ഥ ഇപ്പോൾ അതാ. ഞങ്ങൾക്ക് ബാത്റൂം ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ മലയിലാണ് ഞങ്ങൾ പോകുന്നത്. ബാത്റൂമിൽ പോകണമെങ്കിൽ കൂടിയും ചേട്ടൻ പണി കഴിഞ്ഞിട്ട് വരുമ്പോഴേ പറ്റത്തുള്ളൂ. ആ ചേട്ടനെ വിളിച്ചോണ്ട് രാത്രി ആയാലും ഞങ്ങൾ രാത്രിയെ പോകേണ്ട അവസ്ഥയാണ്. എന്ത് ചെയ്യാന്ന് പറയാം. ഇപ്പോൾ ബാത്റൂം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടില്ല. ഞങ്ങൾക്ക് അവിടെ ഒരു വീടും ബാത്റൂം ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടൊന്നും വരത്തില്ലായിരുന്നു. വളരെ തേനീക എന്ത് ചെയ്യാന്ന് അറിയത്തില്ല. കുഞ്ഞിന് കൂടി ബാത്റൂം പോകണമെങ്കിലും കൂടി പാടാ. ചേട്ടൻ അച്ഛൻ വരട്ടെ, അച്ഛൻ വന്നിട്ട് നമുക്ക് 3 പേർക്കും പോവാം. അല്ലാതെ വേറെ നമ്മൾ ഒറ്റയ്ക്ക് ഇവിടുന്ന് എനിക്ക് കൊച്ചിനെ വെച്ച് കയറി പോകാൻ പേടിയാ. പറയാൻ പറ്റില്ല ഏത് കുടിയന്മാരകത്ത് മേളി വല്ല നിൽക്കുന്നുണ്ടോ. ഞങ്ങളിവിടെ താമസിക്കുന്നത് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞങ്ങളവിടെ കയറി പോകുമ്പോൾ കുടിയന്മാരോ വല്ലതും നിപ്പുണ്ടോ ഇല്ലെന്ന് കൂടി അറിയത്തില്ല. അതുകൊണ്ട് പേടിയാണ് പോവാൻ. ചേട്ടനെ കൊണ്ട് ചേട്ടൻ പണി കഴിഞ്ഞിട്ട് ചിലപ്പോൾ രാത്രി വരുന്നെങ്കിൽ രാത്രിയാണ് പോകുന്നത്. ഞങ്ങൾ അവിടെ വീട് ഒളിഞ്ഞു പോയപ്പോൾ ഇവിടെ ചെറിയൊരു കടയിടാന്ന് പറഞ്ഞാൽ അങ്ങനെ കടയിട്ട. പിന്നെ അവിടെ പോയി താമസിക്കാൻ ഒക്കാത്ത അവസ്ഥയായപ്പം ഞങ്ങൾ ഇവിടെ തന്നെ ഇപ്പം താമസിക്കുന്ന. ആ വീട് മൊത്തം മഴയത്ത് പൊളിഞ്ഞു പോയതാ. വീടായിരുന്നു, ഷെഡായിട്ടായിരുന്നു. മൊത്തം ടാർപ്പായിരുന്നു. മൊത്തം പൊളിഞ്ഞു. ഇനിയിപ്പോൾ അതിൽ പോയി കിടക്കാൻ നോക്കത്തില്ല. ആ രീതിയിലാണ് കിടക്കുമെന്നെങ്കിൽ നമ്മൾ വെളിയിൽ നിന്ന് എല്ലാവർക്കും കാണുന്ന രീതിയിലാകെ മൊത്തം പൊളിഞ്ഞു പോയി കിടക്കുന്നത്. അങ്ങനെ ഞങ്ങളൊരു റോഡ് വൃത്തിയായാലും ഇനി ഒരു കടയിട്ട് ഇവിടെ താമസിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇവിടെ കടയിട്ടത്. ഇവിടെ ഇപ്പോൾ കച്ചവടം ചെയ്യാൻ കൂടി പറ്റാത്ത അവസ്ഥ. ഇപ്പോൾ ഇവിടെ ഞങ്ങളിവിടെ താമസിക്കുന്നത്. കുഞ്ഞു ഇവിടെ കിടന്നുറങ്ങുന്നത്. ഞാനും ഭർത്താവും കുഞ്ഞും ഞങ്ങൾ 3 പേരും ഇവിടെ കിടക്കുന്നത്. പിന്നെ വേവിക്കുന്നതല്ല ഇവിടെ തന്നെയാണ്. ഇവിടെ വേവിക്കുന്ന ഇത് സ്റ്റൗവ് ഇതിലാണ് വേവിച്ച് ചോറും കറിയെല്ലാം വെച്ചേക്കുന്നത്. കുഞ്ഞു ഇവിടെ കിടന്നുറങ്ങും. ഞങ്ങളിവിടെ 3 പേരും ഇവിടെ കിടക്കുന്നത്. എല്ലായിടവും പരാതിയെല്ലാം കൊടുത്ത് ഞങ്ങൾക്ക് എല്ലാം ഒരു കാര്യത്തിലും നടക്കുന്നില്ല. വരുമാനം തന്നെ മുട്ടിയിരിക്കുന്ന അവസ്ഥയാണ്. ഒരു രീതിയിൽ ഞങ്ങൾക്കിപ്പം രക്ഷപ്പെട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അവിടെയും പോയി താമസിക്കാന്ന് വെച്ചാൽ അവിടെയും ഷെഡ് എങ്ങനെ പണിയുമെന്ന് ഒരു രീതിയിൽ ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല, ഒന്നുമില്ല. ഷെഡ് മൊത്തത്തിൽ പൊളിഞ്ഞു. അതിൻ്റെ കൂടെ കുരങ്ങന്മാരും വന്ന് പൊളിച്ചായിരുന്നു മൊത്തത്തിൽ. ഇപ്പോൾ അവിടെ ചെന്ന് താമസിക്കുന്ന കുറെ കമ്പ് മാത്രം നിപ്പുണ്ട്. ടാർപ്പെല്ലാം പോയി. മഴയത്ത് അതേ ഷെഡിൽ തന്നെ കിടന്നുകൊണ്ടിരുന്നത്. ചോരമൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ അതിൽ തന്നെ എങ്ങനെയും തൽക്കാലം പിടിച്ചു നിന്നായിരുന്നു. പിന്നെ അത് നല്ലൊരു മഴയത്തൊക്കെ ആയപ്പോൾ അത് നല്ലപോലെ പൊളിഞ്ഞങ്ങ് പോയി. എന്തൊരവസ്ഥയല്ലേ. എന്താ പറയുക, ഇത് അവർക്ക് ആദ്യം ഉണ്ടായിരുന്നത് തന്നെ വെറുതെ 4 കാല് വെച്ചിട്ട് റാഡപ്പായിട്ടുള്ളൊരു വീടാണ്. പക്ഷെ അതും ഒരു പരിഭവം ഇല്ലാതെ അവർ അതിൻ്റെ ഉള്ള കഞ്ഞിയും കുടിച്ച് സന്തോഷമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് കഴിഞ്ഞ് അവരുടെ എല്ലാ സാധനങ്ങളും അതിൽ എല്ലാം അവിടെ ഡ്രസ്സും സാധനങ്ങളൊക്കെ ഒരുപാട് സാധനങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ ഉപജീവനമാർഗത്തിന് വേണ്ടി റോഡിലേക്ക് വന്ന് ജ്യൂസ് സർവത്തൊക്കെ അടിക്കുന്ന പോലെ ചെറിയ അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ കണ്ടാൽ നമുക്കറിയാം. അതിന് വേണ്ടി ഒരു കുഞ്ഞൊരു ഷെഡ് ഉണ്ടാക്കിയതാണ്. റോഡിലൂടെ പോകണ ആർക്കെങ്കിലും ഒരു നാരങ്ങ വെള്ളമോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ പറ്റും. അതിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ അങ്ങനെ ഒരു സംഭവം. ആ ടാർപ്പായൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഇവർ ഭക്ഷണം വെക്കുന്നതും ഒരു സ്ഥലത്ത് അതിൻ്റെ തൊട്ടിപ്പുറത്ത് സ്റ്റൗവിൻ്റെ ഇപ്പുറത്ത് തന്നെ മൂള് കിടക്കുന്നു, ചുരുണ്ട് കൂടിയൊക്കെ കിടക്കുന്നു. ഒരു 3 ആളെ എങ്ങനെ അതിൽ കിടക്കുന്നു അറിയില്ല. നമുക്കൊന്നും ചിന്തിക്കാനൊക്കെ അപ്പുറമാണ് അല്ലേ. നമുക്കിപ്പോൾ കുറച്ച് ചൂട് കൂടി കഴിഞ്ഞാൽ നമ്മൾ ബെഡ്റൂമിനകത്ത് വന്ന് കിടക്കണം, അല്ലെങ്കിൽ അവിടെ നിന്ന് സിറ്റ് ഔട്ടിൽ പോയി കിടക്കണം എന്നൊക്കെ പറയുന്ന ആളുകളാണ് നമ്മൾ. അപ്പോൾ ഇവരുടെ ഒരു അവസ്ഥ, അതുപോലെ പുറത്തൊക്കെ ഇവരിവിടെ താമസിക്കുന്ന കാര്യം അറിയാം. അതുകൊണ്ട് 2 പെൺകുട്ടികൾ, ഒരു സ്ത്രീ ഉണ്ട്, അതിലൊരു കുട്ടി ഉണ്ടെന്ന് അറിയാം. അപ്പോൾ ഇവർക്ക് വസ്ത്രം മാറാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യാനൊക്കെ അവർക്ക് പേടിയാണ്. കാരണം ഓഫ്കോഴ്സ് പുറത്തൊക്കെ റോഡാണ്, ഒരുപാട് പേര് പോകുന്നതാണ്. ഇങ്ങനത്തെ അവസ്ഥ പോലും ചൂഷണം ചെയ്യുന്ന ആളുകളുണ്ട്. ചിലപ്പോൾ മറിഞ്ഞിരുന്ന് നോക്കി അങ്ങനെ മറ്റെന്ത് അവർക്ക് ഭയമാണ്. അതുകൊണ്ട് പിന്നെ ഈ റോഡിൽ തന്നെ ഈ വണ്ടികൾ ഇതുപോലെ ചെയ്ത് പാഞ്ഞു പോകുന്നുണ്ട്. ആ കുഞ്ഞിനെ പുറത്തിറക്കാതെ ഈ ഒരു കുട്ടി റൂമിലെ കുഞ്ഞിന് കളിക്കാൻ പോലും പറ്റില്ല.
കാലൊന്ന് നേരെ ചൊവ്വ ഇവർക്ക് മൂന്നാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിവർത്താൻ പോലും ഇപ്പൊ ഈ ഒരു വീഡിയോ കാണുമ്പോൾ പറ്റില്ല എന്ന് നിങ്ങൾക്കറിയാം. നമുക്കൊന്നും ചിന്തിക്കണേനപ്പുറം. അപ്പൊ നമ്മളും നമ്മുടെ മക്കളൊക്കെ എത്ര സ്വർഗത്തിലാണ് ജീവിക്കണത് അല്ലെ. നമുക്കിപ്പോ അതില്ല ഇതില്ല, ആ കുടവിൽ ഈ കുടവ്, അല്ലെങ്കിൽ ഞങ്ങള് ആ കുറവുകളൊക്കെ ഇങ്ങനത്തെ ഒരു വീഡിയോ കാണുമ്പോഴാണ് നമ്മളൊക്കെ സ്വർഗത്തിലാണ്. ഇങ്ങനെയുള്ളവരുടെ ഈ ഒരു അവസ്ഥ കാണുമ്പോൾ നമ്മൾ ഓരോരുത്തരും എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് വിഷമിക്കുന്നവരുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോ കാണുമ്പോൾ ആ ഒരു വിഷമം പോയി നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അധികാരികൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഒരു പരാതിയും കാര്യങ്ങളൊക്കെ കൊടുത്തു, ഇതുവരെ ഒരു ഇതും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ കുറച്ചാൾ കൊണ്ട് ഇവിടെ ഞങ്ങൾ താമസിക്കുന്നത്. ഇപ്പോൾ ഭർത്താവിന് കൂലിപ്പണിയാണ്. രാവിലെ ഭർത്താവ് പണിക്കിറങ്ങിപ്പോയാൽ ഞാനും കുഞ്ഞും ഒറ്റയ്ക്കേ ഉള്ളൂ. പുറത്തോട്ട് ഇറങ്ങാൻ കൂടി ഒക്കത്തില്ല. കഥ കടച്ച് ഞങ്ങൾ ഇതിനകത്തിരിക്കുന്നത്. വണ്ടിയൊക്കെ ചീറിപ്പാഞ്ഞാൽ പോകുന്നത്. ഭയങ്കര ശല്യം. ഒരാളെ വിളിച്ചാൽ കൂടി ആരും കേൾക്കാത്ത രീതിയിൽ അവിടെ ഇരിക്കുന്നത്. വീടൊന്നുമില്ല, അവിടെ ഒരു കട മാത്രമേ ഉള്ളൂ. വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ ഞങ്ങൾ നിൽക്കുന്നത്. ഭർത്താവ് ഇപ്പോൾ രാത്രി 10 മണിക്ക് വരുമെന്നില്ല, ഞങ്ങൾ 10 മണിക്ക് ഈ കട അടച്ച് ഇതിനകത്ത് തന്നെ ഇരിക്കേണ്ട അവസ്ഥയാണ്. തന്നെ ഇതിന് മുമ്പിട്ട് ഒരു വണ്ടി ഇവിടെ ആക്സിഡൻ്റ് ആയതായിരുന്നു. ഈ ലൈൻ കമ്പി കഴിഞ്ഞിടയ്ക്ക് പൊട്ടി ഈ കടയുടെ മുമ്പിൽ കരണ്ടോടെ മുമ്പിൽ വന്ന് വീണായിരുന്നു. ജസ്റ്റ് മിസ്സിൽ ഒരു 15 മീറ്ററിനനുസരിച്ചൊന്ന് മാറിപ്പോയി വീണതേ ഉള്ളൂ. ഇല്ലെങ്കിൽ അന്ന് ഞങ്ങൾ 3 പേര് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. ഞങ്ങൾ അന്ന് 3 പേരും ചാവണ്ടായിരുന്നു. അരി സാധനങ്ങളൊക്കെ അകത്താണ്. ഉള്ളിയും മുളകും മല്ലിയല്ല അതിനകത്ത് വെച്ചേക്കും. കാരണം ആ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ ചെറുതായിട്ട് ഈ തട്ടുണ്ടായിട്ട് നനയാത്തത്. അവിടെ ഉണ്ട്, അതെല്ലാം അവിടെ വെക്കും. ബാക്കി എല്ലായിടും ചിലപ്പോൾ ചോന്ന ഈ അരിയെല്ലാം നനഞ്ഞു പോയി പിന്നെ അത് ബുദ്ധിമുട്ടായി പോകും. അതുകൊണ്ട് അതെല്ലാം അങ്ങ് അകത്തെടുത്താണ് വെച്ചാക്കുന്നത്. ഇതിലാണ് ഞങ്ങൾ വെള്ളം കൊണ്ടുവയ്ക്കുന്നത്. അപ്പുറത്തുനിന്ന് കൊണ്ട് ഇതിലാണ് വെള്ളം ഒഴിച്ച് വയ്ക്കുന്നത്. ഇതിൽ കൊച്ചിൻ്റെയും ഞങ്ങളുടെ തുണി ഇട്ടാക്കുക. കാരണം ഇവിടെ തുണി ഇടാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഇവിടെ എല്ലാം കണ്ട് വെള്ളമാണ് കെട്ടിയിരിക്കുന്നത്. ഇതെല്ലാം വെള്ളം കെട്ടിയിരിക്കുക. അല്ല കമ്പും ഇതെല്ലാം എടുത്ത് വെച്ചാക്കുക. ഇത് മൊത്തം വെള്ളമാണ്. എപ്പോഴാണ് ഇതൊക്കെ ഇതിനകത്ത് വീഴുന്നതെന്ന് അറിയത്തില്ല. കൊച്ചിരിക്കുന്ന സമയമായെന്ന് തോന്നുന്നു. വെള്ളം എല്ലാം നനഞ്ഞ് ഇതിനകത്ത് വീഴും. അവിടെ എല്ലാം ചോരുന്നേ. എവിടെ എനിക്ക് ചോരുന്നേ, ഇവിടെ ചോരുന്നേ, ഇവിടെ എല്ലാം ചോരുന്നേ. ഇവിടെ കിടക്കുന്നത് മഴ പെയ്ത ഇതിനകത്ത് മൊത്തം വെള്ളമാണ്. എനിക്കറിയത്തില്ല ഇതിനകത്ത് എങ്ങനെയോ കിടക്കുന്നു. അവസ്ഥ ഇപ്പോൾ ഇവിടെ. അവിടെയും വീടില്ലാത്തതുകൊണ്ട് ഒരു വലിയ ബുദ്ധിമുട്ടാണ്. അവിടെ ഇതേപോലെ തന്നെ ഷെഡ് വെച്ചാലും അവിടെ മഴയും ഒക്കെ വന്ന് ആ ഷെഡും പോയി. ഇപ്പോൾ കൊച്ചിനെ അങ്കൻവാടിയിലും ഇതിനൊന്നും വിടാൻ കൂടിയും പറ്റാത്ത അവസ്ഥയാണ്. ആകെ പെട്ടിരിക്കുക ഞങ്ങൾ. ശരിക്കും പറഞ്ഞാൽ അവര് ഇത് വളരെ ഇത് കേൾക്കുന്നവർക്ക് അവര് വളരെ ഇങ്ങനെ പറയുന്നു, കണ്ണീരൊഴിപ്പിക്കുന്നില്ല, കരയുന്നില്ല. കുറേ പേര് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കാര്യം. പക്ഷെ കുറച്ച് പേരെങ്കിലും മനസ്സിലാക്കേണ്ട കാര്യം, അവർ ഓൾറെഡി ഒരുപാട് ദുരിതങ്ങൾ വിഷമങ്ങൾ അനുഭവിച്ച് കണ്ണീരൊഴിപ്പിച്ച് കഴിഞ്ഞ് അവരെ കണ്ണീര് കരഞ്ഞിരുന്നിട്ട് നമുക്ക് ആരുടെ സിമ്പതിയോ കാര്യങ്ങളോ ഒന്നും കിട്ടാനില്ല. അവരുടെ സംസാരത്തിൽ പോലും അവർ അത്രയും ചെറുപ്പം തൊട്ടേ നേരിട്ട ഒരുപാട് കാര്യങ്ങളാണ്. ഇപ്പൊ ആ കുഞ്ഞും ഒന്ന് അങ്കവാടി പോലും വിടാൻ പറ്റാതെ ഒരു ബക്കറ്റിലാണ് 3 ആളുടെ ഡ്രസ്സ് കിടക്കണത്. ഇവിടെ നമ്മളുടെയൊക്കെ ഡ്രസ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3-4 കബോർഡുകളിൽ വെച്ചിട്ട് പോലും അത്രയും നിറഞ്ഞു കിടക്കുമ്പോഴാണ് 3 ആൾക്ക് മാറാനുള്ളത് ഒരു ബക്കറ്റിൽ. ഒരു ബക്കറ്റ് വെള്ളം, അതിൻ്റെ അപ്പുറത്ത് ഒരു സ്റ്റൗവ്, 2 പാത്രം, കഞ്ഞി, ഭക്ഷണം, കെടുപ്പും എല്ലാം. പുറത്തേക്കൊന്ന് ഇറങ്ങാൻ പോലും കുഞ്ഞിന് കളിക്കാൻ എന്തൊരു അവസ്ഥയല്ല. ആ കുഞ്ഞിനൊക്കെ മനസ്സിന് ഒരുപാട് മുറിവുകൾ ഈ ചെറുപ്പത്തിലെ ആ കുട്ടി അത്ര സ്മാർട്ട് കുട്ടിയായിരുന്നെങ്കിൽ പോലും ഡെള്ളായി പോവാ കൊച്ചി. അപ്പോൾ നമ്മൾ ഓരോരുത്തരും എത്ര നല്ല രീതിയിലാണ് നിൽക്കുന്നത് നടക്കും. അധികാരികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവർക്ക് വേണ്ട ആ ഒരു സ്ഥലത്തൊരു വീട് പണിത് കൊടുക്കുക. ഒരു കക്കൂസൊക്കെ ഉള്ള ഒരു വീട് പണിത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു ദുരിതത്തിൽ നിന്ന് മാറി അവിടെ പോകാൻ പറ്റും. ആ കുഞ്ഞു മോൾക്ക് ഓടിച്ചാടി കളിക്കാൻ പറ്റും, അങ്കൻവാടിയിൽ പോകാൻ പറ്റും. അവർക്ക് ആരെയും പേടിക്കാതെ, അല്ലെങ്കിൽ ഭർത്താവ് വൈകുന്നേരം 10 മണിക്ക് ശേഷം കൂലിപ്പണി കഴിഞ്ഞ് വരുന്നത് നോക്കി കക്കൂസിൽ പോകാതെ പിടിച്ച് നിൽക്കേണ്ടിയോ വസ്ത്രം മാറാതെ പിടിച്ചിക്കേണ്ടിയോ ഒരു ഗതികേടില്ലാതെ സുരക്ഷിതത്തോടെ സുഖമായി ഈ അമ്മയ്ക്കും മോൾക്കും ആ ഭർത്താവിനും എല്ലാം കിടന്നുറങ്ങാൻ സാധിക്കും, ഒരു അപകടങ്ങളില്ലാതെ. അപ്പോൾ എത്രയും പെട്ടെന്ന് അവർക്ക് ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെക്കാൾ കഴിയുന്ന സഹായങ്ങൾ അല്ലെങ്കിൽ ആ അവിടുത്തെ അധികാരികൾ ഇത് കണ്ട് അവരിലേക്ക് എത്താൻ അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാൻ കഴിയട്ടെ. അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. എത്രയും പെട്ടെന്ന് അത്തരത്തിലുള്ള നല്ലൊരു വാർത്ത വരട്ടെ. അടുത്ത നല്ലൊരു ടോക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താടിയും പൊട്ടും ടോക്സ്. ബൈ.